നമസ്കാരം. കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വൈസ് ചെയർമാൻ എന്ന നിലയിൽ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും എതിരെ ഇഡിയുടെ നോട്ടീസ് വന്നു എന്ന ഒരു വാർത്ത അത് ഇന്ന് രാവിലെ മുതൽ ചർച്ചാ വിഷയമാവുകയാണ്. ഈ വാർത്തയിൽ വിശദീകരണം നൽകിക്കൊണ്ട് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് തന്നെ ഇന്ന് രാവിലെ ഒരു വാർത്താ സമ്മേളനവും നടത്തി. അതായത് അദ്ദേഹം പറയുന്നത് തന്നെ എന്തിനാണ് ഇഡി വിളിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇഡി എന്തിനാണ് വിളിപ്പിക്കുന്നത് എന്ന് പറയുന്നുമില്ല. താൻ എന്തിനാണ് വിളിപ്പിക്കുന്നത് എന്ന കാരണം പറഞ്ഞാൽ മാത്രമേ ഈ ഇഡിക്ക് മുന്നിൽ ചെന്നിരിക്കുകയുള്ളൂ. ഇഡി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുകയുള്ളൂ. ഈ കിഫ്ബിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണത്. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ BJPക്ക് പാദസേവ ചെയ്യാനായി രാഷ്ട്രീയമായി BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നോട്ടീസുകളുമായി വരുന്നത്. ഇത്തവണ അത് മുഖ്യമന്ത്രിക്കും അയച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഇഡിയുടെ അന്വേഷണവുമായി സഹകരിക്കുന്ന പ്രശ്നമില്ല, ഇഡിക്ക് ചോദ്യം ചെയ്യാൻ ചെന്ന് ഇരുന്നു കൊടുക്കുകയുമില്ല എന്ന് തീർത്ത് പറയുകയാണ് കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്. കിഫ്ബിയുടെ ഈ മസാല ബോണ്ടാണല്ലോ ഇപ്പോൾ വലിയ വിവാദമാകുന്നതും അതിൽ ഇപ്പോൾ മാത്രമല്ല, അത് ആ സമയത്ത് തന്നെ വലിയ വിവാദമായിരുന്നു. കേന്ദ്ര ഏജൻസികൾ മാത്രമല്ല, സംസ്ഥാനത്തെ പ്രതിപക്ഷമടക്കം അന്ന് മസാല ബോണ്ടിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതിൽ തീർച്ചയായും ചില കള്ളക്കളികളുണ്ട് എന്നവർ പറഞ്ഞിരുന്നതാണ്. ഇതിൽ ചട്ടലംഘനമുണ്ട് എന്ന് CAG പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇഡി ഇപ്പോൾ കേസെടുത്ത് ഇഡിയും അതിൽ ചില വിശദീകരണങ്ങൾ ചോദിക്കുന്നത്. ഇഡി ഫെമ വയലേഷനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് പോലും സാധ്യമല്ലാത്ത ഒരു വിഷയമാണ്. അവർ ചില ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുന്നു. ആ ക്ലാരിഫിക്കേഷൻസ് അവർക്ക് നൽകുക, അത് മാത്രമാണ് ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്നുകൂടി ഇഡി അറിയിക്കുകയാണ്. അതായത് പദവിക്ക് എല്ലാവിധ ബഹുമാനവും കൊടുത്തുകൊണ്ടാണ് ഇഡി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ പറ്റുകയുള്ളൂ. പക്ഷേ ഇവിടെ അതല്ല മുൻ ധനകാര്യമന്ത്രി ചെയ്യുന്നത്. ഞങ്ങൾ ശരിയായ കാര്യമാണ് ചെയ്തത്. കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഞങ്ങളിത് ആകാശ കൊട്ടാരങ്ങൾ പണിതിരിക്കുന്നു. കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് 1 ലക്ഷം കോടി രൂപയുടെ വികസനം നമ്മൾ കേരളത്തിൽ നടത്തിയിരിക്കുന്നു. ഈ വികസനത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നത്. മാത്രമല്ല തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ്, തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണിത് എന്നൊക്കെയാണ്. അതിൽ ഒരു പടി കടന്ന് പാർട്ടി സെക്രട്ടറി കൂടി അഭിപ്രായം പറയുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ ഇഡിയുടെ സമൻസ് അല്ലെങ്കിൽ നോട്ടീസ് വരാതിരിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നോട്ടീസ് വന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതെല്ലാം പതിവാണ് എന്നാണ് ഇടതുമുന്നണിയും തോമസ് ഐസക്കും CPIM-ഉം എല്ലാം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിലൊരൊറ്റ ചോദ്യമുണ്ട്. 7 തവണയാണ് തോമസ് ഐസക്കിനെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാനായി ഇഡി വിളിക്കുന്നത്. ഈ 7 തവണയും അദ്ദേഹം ചെന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് നോട്ടീസ് അയക്കുന്ന പതിവാണ് ഇഡിയുടേത് എങ്കിൽ ഈ 7 തവണ വിളിച്ചപ്പോൾ ഏതെങ്കിലും ഒരു തവണ പോയി ആ കാര്യം അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ തീരേണ്ട കാര്യമായിരുന്നു ഈ പറയുന്നത് അനുസരിച്ചിട്ടാണ് എങ്കിൽ. പക്ഷേ എന്തുകൊണ്ടാണ് അത് പോയി സംസാരിച്ച് തീർക്കാത്തത് എന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇഡിയെ ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ നോട്ടീസ് അയക്കാൻ അനുവദിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും, ഈ രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധന്മാർക്കും ഈ രാജ്യത്തെ CAG-ക്കും ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിനും എല്ലാവർക്കും ചില സംശയങ്ങളുണ്ട്. അത് ഇഡിക്കോ കേന്ദ്ര ഏജൻസികൾക്കോ മാത്രമല്ല, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന ഒരു സംശയവുമല്ല. അതിൽ കൃത്യമായ ചില സംശയങ്ങളുണ്ട്. അതിനുത്തരം ഇതുവരെയും LDF-ഓ CPIM-ഓ തോമസ് ഐസക്കോ പറഞ്ഞിട്ടില്ല. ആ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഇഡി നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഇന്ന് ഏറ്റവും ഒടുവിലായി വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞത് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു എഞ്ചിനാണ് കിഫ്ബി. അതിനെ അട്ടിമറിക്കുന്നതിലൂടെ കേരള വികസനത്തെ BJP അട്ടിമറിക്കുകയാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ വികസിത കേരളം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാണ് തോമസ് ഐസക്ക് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഈ വിഷയം എന്തായാലും തോമസ് ഐസക്കിൻ്റെ ഈ ചോദ്യത്തിന് പ്രതികരണം നമ്മൾ BJPയുടെ AN രാധാകൃഷ്ണനോട് ചോദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. ഈ കിഫ്ബി എന്ന് പറയുന്ന സാധനം ഒരു പാരൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പാരലായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കിഫ്ബി. അവർക്ക് ബോണ്ട് ശേഖരിക്കാൻ എന്ത് അവകാശം? പ്രതി ഇന്ത്യയുടെ പുറത്തു പോയി ബോണ്ട് ശേഖരിക്കാൻ വേണ്ടി എന്ത് അവകാശമാണെന്നത് ധനകാര്യമന്ത്രിക്കുള്ള. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ്, കാരണം നല്ല പണ്ഡിതനായ ആളാണ്. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ധനകാര്യ വകുപ്പ്
മലമ്പുഴ ഡാമിൽ നിന്ന് 40,000 കോടി രൂപ മണ്ണ് വിറ്റുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ്. ആ കിഫ്ബി അതുപോലെ ഒരു തട്ടിപ്പാണ്, എല്ലാവർക്കും അറിയാം. അതിന് പിന്നെ എല്ലാവരും നോക്കൂത്തിയാക്കുന്നത്. ബഡ്ജറ്റ് എന്തിനാ അവതരിപ്പിക്കുന്നത്? അതിനുള്ള സംവിധാനങ്ങൾ എന്തിനാ ചീഫ് സെക്രട്ടറി? അതിനാണ് വേറെന്തിനാണ് സർക്കാർ സംവിധാനങ്ങൾ? അങ്ങനെ കിഫ്ബി പോലെ അവരെയും കോൺട്രാക്ട് ഏൽപ്പിച്ചാൽ പോലെ. ഇപ്പൊ കേരളത്തിന് നിങ്ങൾ നോക്കുക, കേരളത്തിൽ എല്ലാ ഭാഗത്തും കാണുന്ന ബോർഡ് എന്താ? കേരളത്തിന്റെ ഐശ്വര്യം. 3 കോടി ആളുകൾ ചിട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. KSFയുടെ പരസ്യമാണ് കേരളത്തിന്റെ ഐശ്വര്യം. ചിട്ടി കമ്പനിയാണ് കേരളത്തിന്റെ ഐശ്വര്യം എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ലോകത്തെവിടെയും കേട്ടിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുവന്നത് ഈ ചങ്ങാതിയാ.